ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം. നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ചുറ്റുപാടും നമുക്കറിയാം ഇഷ്ടംപോലെ പ്രലോഭനങ്ങളുണ്ടല്ലേ. ഇതിൻ്റെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പായത്, നിന്നിലുള്ള വെളിച്ചം ഒരിക്കലും ഇരുളായിട്ട് പോകരുത്. നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടോ? നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ ഉള്ളിൽ നന്മയുണ്ട്, വെളിച്ചമുണ്ട്. കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചതാണ്. പക്ഷെ പലപ്പോഴും എൻ്റെ ഉള്ളിലുള്ള ഈ നന്മ, ഈ വെളിച്ചം ഞാനായിട്ട് നഷ്ടപ്പെടുത്തി കളയുക. ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴും. നമ്മുടെയൊക്കെ കുഞ്ഞിലെ നമ്മൾ എന്തുമാത്രം വിശുദ്ധരായിരുന്നു അല്ലേ. വളരും തോറും ഈ ലോകത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഈ നന്മയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ആ വെളിച്ചം നമ്മളായിട്ട് കെടുത്തിക്കളഞ്ഞു. അതുകൊണ്ടാണ് എൻ്റെ ഈശോ നമ്മളോട് പറയുന്നത്, മോനെ നീ ശ്രദ്ധിച്ചോണം, നിൻ്റെ ഉള്ളിൽ ഞാൻ തന്ന വെളിച്ചം നീ കെടുത്തിക്കളയരുത്. നീ അത് കെടുത്തിക്കളഞ്ഞാൽ നിൻ്റെ ജീവിതം മുഴുവൻ തിന്മ നിറഞ്ഞതായിട്ട് മാറും. നിന്റെ ജീവിതം മുഴുവൻ അന്ധകാരത്തിലായിട്ട് പോകും. പലപ്പോഴും ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് അന്ധകാരത്തിലാണ്. ഉള്ളിലുള്ള വെളിച്ചം നമ്മൾ തന്നെ തല്ലിക്കെടുത്തിയിട്ട് അന്ധകാരത്തിൽ നടന്ന് പാപത്തിന്റെ പടുകുഴിയിലേക്ക് പലപ്പോഴും ഞാൻ വീണു പോവുകയാണ്. ഈ വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നോട് പറയുക, മോനെ നിന്റെ ഉള്ളിലുള്ള വെളിച്ചം കെട്ടുപോയിട്ടുണ്ടേ എങ്കിൽ നീ എന്ത് ചെയ്യണം? അത് വീണ്ടും കത്തിക്കാനായിട്ട് തയ്യാറാവണം. ഇത് കത്തിച്ചു തരാനായിട്ട് എൻ്റെ ദൈവം തയ്യാറാണ്. പക്ഷേ അതിന് ഞാൻ കൂടെ തയ്യാറാവണം. ഞാൻ എൻ്റെ ദൈവസന്നിധിയിലേക്ക് വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പൂർണ്ണമായ മനസ്താപത്തോടുകൂടി അവനോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതത്തിൽ വീണ്ടും ആ വെളിച്ചം തരുവാനായിട്ട്, ആ നന്മ എൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുവാനായിട്ട് എൻ്റെ ദൈവം തയ്യാറാവും. പക്ഷേ ഞാൻ കടന്നു വരണം. ഞാൻ കടന്നു വരാത്തിടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ ആ നന്മയും വെളിച്ചവും ലഭിക്കാതെ പോകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക. നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടോ? ദൈവം എനിക്ക് തന്ന ആ നന്മ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഇന്ന് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? വെളിച്ചം കെട്ടുപോയിട്ടുണ്ടെങ്കിൽ, നന്മ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പോരായ്മകളും പൂർണ്ണമായ മനസ്താപത്തോടുകൂടി ദൈവത്തോട് ഏറ്റുപറയുവാനായിട്ട്, നല്ല ഒരു കുമ്പസാരം നടത്തി ദൈവസന്നിധിയിൽ ചേർന്നിരിക്കാനായിട്ട്, അവനോട് ചേർന്നിരുന്നുകൊണ്ട് അവൻ നൽകുന്ന വെളിച്ചം നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം പകരുവാനായിട്ട്, നന്മ പകരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.